ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് റെയിൽവേ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കത് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. 2025 RRB എക്സാം കലണ്ടർ പുറത്തുവിട്ടപ്പോൾ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാം സ്ലോട്ട് വന്നിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതാണ്. അതായത് ജൂണിൽ അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാവുകയും നമുക്കൊരു ജൂലൈ സെപ്റ്റംബറിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ALPയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞ ടൈമിൽ തന്നെയാണ് ഒരു ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോൾ ALPയുടെ നോട്ടിഫിക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ദെൻ വരാൻ പോകുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഒരു 95,000-ഓളം വേക്കൻസികളാണ് റെയിൽവേ മൊത്തത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു നല്ലൊരു ശതമാനം നമുക്ക് ജൂനിയർ എഞ്ചിനീയറിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഏതൊക്കെ സ്ട്രീംസിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് RRB ജെയ്ക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഫൈനൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു CBT-1 എക്സാം ഉണ്ട്. അത് ക്ലിയർ ചെയ്യുന്നവർക്കായിട്ട് നെക്സ്റ്റ് CBT-2 ടയർ 2 എക്സാം ഉണ്ടായിരിക്കും. പിന്നീട് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെയാണ് നമ്മളൊരു ഫൈനൽ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് CBT-1 ക്രാക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് CBT-2 എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ CBT-1ന്റെ നോർമൽ സിലബസ് ആണ് വരുന്നത്. അതിൽ ട്രേഡുകളൊന്നും തന്നെ CBT-1 വരുന്നില്ല. നെക്സ്റ്റ് CBT-2 വരുമ്പോഴാണ് നമ്മളുടെ ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീം ആണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തെ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 4 പോസ്റ്റുകളാണ്. ഈ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 4 പോസ്റ്റുകളാണ്. അതിൽ ഫസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ റിലവന്റ് ഡിസിപ്ലിൻ സച്ച് ആസ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്. BSc in civil engineering 3-year duration is also acceptable for civil engineering post. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിന് BSc in civil engineering 3 വർഷം BSc in civil engineering പഠിച്ചവർക്കും ഈ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്നത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതേപോലെ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എന്നീ ട്രേഡുകളാണ്. അതിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം. പിന്നീട് വരുന്നൊരു പോസ്റ്റാണ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, DMS എന്ന് പറയുന്നത്. ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓഫ് എഞ്ചിനീയറിംഗ്. നമുക്ക് എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം DMSനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അതിന് ഇന്ന ട്രേഡ് എന്നില്ല. നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് ആണ് ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് JEIT എന്ന് പറയുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് PGDCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BTech IT, BTech കമ്പ്യൂട്ടർ സയൻസ്, DOEA CC B level കോഴ്സ് ഫോർ 3-year ഡ്യൂറേഷൻ ഓർ equivalent ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ITക്ക് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കോഴ്സ് എടുത്തവർക്കാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നീട് വരുന്ന മറ്റൊരു പോസ്റ്റാണ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, CMA എന്ന് പറയുന്നത്. ഇതും ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷനിൽ വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വിത്ത് മിനിമം മാർക്ക് എന്ന് പറയുന്നത് 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഒരു ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു BTech ഡിഗ്രിയുടെ ആവശ്യം ഈ ഒരു പോസ്റ്റിന് വരുന്നില്ല. നിങ്ങൾക്ക് കേവലം ഒരു ഡിഗ്രി, അതായത് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഡിഗ്രി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഈ CMA എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം മാർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നല്ലൊരു അവസരം, നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ആണ്. പിന്നീട് നമ്മുടെ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ അതിന്റെ ഏതൊക്കെ കോഴ്സ് എടുത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ. അതായത് ഈ മുകളിൽ പറഞ്ഞ
കോഴ്സുകളുടെ കോമ്പിനേഷനോ അല്ലെങ്കിൽ അതിന്റെ സബ് കോഴ്സുകളോ എടുത്തവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കലിൽ. അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അതേപോലെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനുള്ളിൽ വരുന്ന സബ് സ്ട്രീമുകൾ ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെ വരുന്ന കോഴ്സുകൾ എടുത്തവർക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലാണ്. അത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വേണം, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അതിന്റെ സ്ട്രീംസ് വരുമ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പറ്റും ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഇലക്ട്രോണിക്സിന്റെ കേസിൽ വരുമ്പോൾ IT-കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് CBT 2ലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് കൂടി പഠിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് IT-കാർക്കും ഇലക്ട്രോണിക്സിന്റെ നമ്മുടെ JEയുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്നത് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. അതിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവർക്കും ഈ ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സ്ട്രീംസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, അതേപോലെ സിവിൽ, ഈ ട്രേഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ജൂനിയർ എഞ്ചിനീയറിൽ വരുന്നത്. അതിൽ ഏതെങ്കിലും സബ് സ്ട്രീംസുകൾ എടുത്തവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതേപോലെ BTech കഴിഞ്ഞവർക്കുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് വരുന്ന ഒരു പോസ്റ്റാണ് CMA എന്ന് പറയുന്നത്. ആ പോസ്റ്റിന് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് CMA പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ മിനിമം ക്രൈറ്റീരിയ മാർക്ക് പറയുന്നത് നിങ്ങൾ അതിൽ ക്വാളിഫൈ ആയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതിനായിട്ട് പഠിച്ചു തുടങ്ങുക തന്നെ വേണ്ടത്. കാരണം നമുക്ക് നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും ഇനി റെയിൽവേ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നല്ലൊരു അവസരമായി കണ്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ പറഞ്ഞ ട്രേഡുകളിലേക്കുള്ള എല്ലാ എക്സാമുകൾക്കുമുള്ള കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് CBT 1ഉം CBT 2ഉം അടങ്ങിയ കംപ്ലീറ്റ് കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് എല്ലാ ട്രേഡുകളിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും സിവിലും മെക്കാനിക്കലും അങ്ങനെ കൂടാതെ ജനറൽ, നമുക്ക് CBT 1ൽ ഫുൾ ജനറൽ ടോപ്പിക്കുകളാണ്. അപ്പൊ ജനറൽ സബ്ജക്ട്സുകൾ എടുക്കാനും നമുക്ക് ഒരു നല്ല മികച്ച ഒരു ടീം തന്നെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ കണ്ടന്റുകളും ലഭിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഇയറിൽ നടന്ന 2024 JEEയുടെ CBT 1ന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മളുടെ ഒട്ടുമിക്ക സ്റ്റുഡൻസും അത് ക്ലിയർ ചെയ്തിരുന്നു. അടുത്ത എക്സാമിന് നിങ്ങൾക്കും അതിലൊരു പാർട്ടാവാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്തോ നമ്മുടെ കോഴ്സുകളുമായോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.